അങ്ങനെ ഭാവന സുനിലിന് വിഷു കൈനീട്ടം കൊടുക്കാൻ വേണ്ടിയിട്ട് അടുത്തേക്ക് വിളിക്കാൻ ട്ടോ. ദാ സുനിൽ, നിനക്കുള്ള ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാൻ നിൽക്കുമ്പോൾ അജയൻ പിന്നിൽ നിന്ന് പറയാണ്, എന്തിനാ ഭാവന അവന് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നത്? അവനെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുകയല്ലേ നമ്മൾ എന്ന് പറയാൻ ട്ടോ. ഇത് കേൾക്കുന്ന ഭാവൻ ചോദിക്കുന്നതിന്, അപ്പോൾ എന്നെ കൊല്ലാൻ നോക്കിയവരാണ് നിങ്ങൾ. ആ നിങ്ങൾക്ക് ഞാൻ തന്നില്ലേ? അത്ര ഇല്ലല്ലോ ഇത്. എനിക്ക് സുനിൽ ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല. അതുകൊണ്ട് സുനിലിന് ഞാൻ കൊടുക്കുന്നതിൽ ഒരു തെറ്റും കാണുന്നില്ല എന്ന് പറയാൻ ട്ടോ. ഈ വീട്ടിൽ പാചകം ചെയ്യുന്ന ഭക്ഷണവും സുനിലിന് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇക്കാര്യത്തിൽ മാത്രം ഒരു വേർതിരിവ് വേണ്ട. പിന്നെ ഇന്ന് ഭഗവാന്റെ ദിവസമാണ്. ഇന്ന് ആരും ആരുടെയും നാശത്തിന് വേണ്ടി ചിന്തിക്കില്ല. അങ്ങനെ ചിന്തിച്ചാൽ ഉടനടി ഭഗവാൻ തന്നെ അതിനുള്ള തിരിച്ചടിയും നൽകും എന്ന് പറയാൻ ട്ടോ. ഇത് കേൾക്കുമ്പോൾ പ്രസീതയുടെയും അജയന്റെയും മുഖം വല്ലാതാവുകയാണ്. അപ്പോൾ സുനിലാകട്ടെ അവരെ നോക്കിയിട്ട് ഒന്ന് ചിരിക്കുന്നുണ്ട് ട്ടോ. അവനക്കറിയാമല്ലോ ഉള്ളിലുള്ള അവരുടെ പ്ലാൻ എന്താണെന്ന്. അപ്പോൾ മാനസയും ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതേ ഭാവന, ഇന്ന് ആരും ആരുടെ നാശത്തിന് വേണ്ടി ഉള്ളതല്ല, എല്ലാവരും സന്തോഷിക്കേണ്ട ദിവസമാണ് എന്ന് പറയാൻ. അങ്ങനെ ഭാവന സുനിലിനുള്ള വിഷു കൊടിയൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ വിഷു ഒക്കെ വിഷ് ചെയ്യാൻ ട്ടോ എല്ലാവർക്കും കൂടി. അപ്പോൾ ദേവൻ പറയുന്നുണ്ട്, എങ്കിൽ നമുക്ക് ഭക്ഷണം കഴിച്ചാലോ, നല്ല വിശപ്പുണ്ട് എന്ന് പറയാൻ ട്ടോ. അപ്പോൾ ജയൻ പറയണ്ടേ, നോക്കൂ ഭാവന, ദേവട്ടൻ പറയായിരുന്നു ഒരു സദ്യ കഴിച്ചിട്ട് ഒരുപാട് നാളായി എന്ന്, വാ നമുക്ക് കഴിക്കാം, വാ ഭാവന എന്ന് പറഞ്ഞ് ഭാവനയും കൂട്ടി ജയം മുന്നോട്ട് പോവാണ്. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൈയൊക്കെ കഴുകിയിരിക്കാൻ. പിന്നീട് എല്ലാവരും ചേർന്ന് ഇലയിടയിലും അതിൽ ഓരോ വിഭവങ്ങളും വിളമ്പലും എല്ലാം ആയിട്ട് അവസാനം അജയനും പ്രസീതയും സുനിലും ഒഴിച്ച് ബാക്കി എല്ലാവരും സദ്യ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. നല്ല സന്തോഷത്തോടു കൂടി തന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ട്ടോ. ഭക്ഷണം എല്ലാം കഴിച്ച് തീരാറായപ്പോൾ അജയൻ ചോദിക്കുകയാണ്, എല്ലാവരും എഴുന്നേക്കല്ലേ, ഇനി പായസം കൂടി എടുക്കാനുണ്ട്. സുനിൽ, നീ പോയിട്ട് ആ പായസം എല്ലാം എടുത്തോണ്ട് വാ എന്ന് പറയാണ്. അങ്ങനെ അവിടെ ട്രേയിൽ ഒഴിച്ചു വെച്ച പായസവുമായിട്ട് സുനിൽ എത്തുകയാണ്. അങ്ങനെ അജയൻ ഓരോരുത്തർക്ക് ഇതാ ഇവിടെ അവിടെ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരുടെ നേരെയും കാണിച്ചു കൊടുക്കുക. അവിടെയൊക്കെ സുനിൽ വെക്കുകയാണ്. ഭാവനയുടെ നേരെ മാത്രം കാണിക്കുന്നില്ല കേട്ടോ. അവസാനം പറയുന്നത്, അയ്യോ ഭാവനക്ക് പായസം കിട്ടിയിട്ടില്ല അല്ലേ, ഇപ്പൊ കൊണ്ടുവന്ന് തരാം എന്ന് പറയാണ്. എന്നിട്ട് സുനിലുമായിട്ട് അടുക്കളയിലേക്ക് പോവാൻ കേട്ടോ അജയൻ. എന്നിട്ട് ഭാവനയ്ക്ക് വേണ്ടി പ്രത്യേകം മാറ്റി വെച്ചിരുന്ന ആ പായസം എടുത്ത് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ സുനിൽ ആ പായസവുമായിട്ട് ധൈര്യപൂർവ്വം തന്നെ ഭാവനയുടെ അടുത്തേക്ക് ചെന്ന് അവിടെ കൊടുക്കുകയാണ്. പക്ഷെ അജയനും പ്രസീതയും ഒന്ന് ആക്കി നോക്കുന്നുണ്ട്. അവരുടെ പ്ലാൻ സക്സസ് ചെയ്യാൻ പോവുകയാണ് എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി നോക്കി ചിരിച്ചു നിൽക്കാൻ കേട്ടോ. എല്ലാവരുടെയും പോലെ തന്നെ ഭാവനയും പായസം ഒഴിച്ച് കഴിക്കാൻ ട്ടോ. അത് കാണുമ്പോൾ അവർക്ക് കൂടുതൽ സന്തോഷമാവുകയാണ്. ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഭാവനയ്ക്ക് ഒരു ചുമയും ഛർദിയും ഒക്കെ ഉള്ളതുപോലെ തോന്നുകയാണ്. അവൾ പറയുന്നുണ്ട്, എന്താണെന്നറിയില്ല, വയറിന് എന്തോ പിടിക്കാത്തതുപോലെ. ഇങ്ങനെ പറഞ്ഞ വാഷ് ബേസിന്റെ അടുത്തേക്ക് ഓടുകയാണ്. ഇത് കാണുമ്പോൾ ഇടക്കണിട്ട് അജയനും പ്രസീതയും ഒന്ന് നോക്കുന്നുണ്ട്. ഭാവനയ്ക്ക് എന്ത് പറ്റി, ഡോക്ടറെ കാണിക്കണോ എന്ന് ചോദിക്കുന്നുണ്ട് ജയ. വേണ്ട, റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സൂര്യ ഭാവനയെ കൊണ്ട് മുകളിലേക്ക് പോവാൻ ട്ടോ. എന്നിട്ട് റൂമിലെത്തിയതിനു ശേഷം ഭാവനയെ കിടത്തുന്നുണ്ട്. ഇനി നീ അല്പനേരം റെസ്റ്റ് എടുക്ക് എന്ന് പറയാം. എന്നിട്ട് ഏതോ ടാബ്ലറ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അത് അവൾ കുടിച്ചതിന് ശേഷം സന്തോഷപൂർവ്വം അവിടെ കിടക്കാൻ ട്ടോ. ശേഷം താഴെ ജയനിർമ്മല ഭക്ഷണ ശേഷം പറയുന്നുണ്ട്, ഇനി ഏട്ടനും ഏട്ടത്തെയും ഇരിക്ക്, ഞങ്ങൾ വിളമ്പാം എന്ന് പറയാൻ. എന്നിട്ട് അവർ രണ്ടുപേരും അവസാനം നല്ല സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. സുനിലും ജയയും കൂടിയും അവർക്ക് എല്ലാ വിഭവങ്ങളും വിളമ്പി കൊടുക്കുകയാണ്. ഏറ്റവും ഒടുവിൽ സുനിലാകട്ടെ 2 പായസം ഷെൽഫിൽ പ്രത്യേകം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഇതൊന്നും അറിയാതെ അജയനും പ്രസീതയും ആ പായസം എടുത്ത് കഴിക്കാൻ ട്ടോ. ആദ്യം അജയനാണ് കുടിക്കുന്നത്. അവന് എന്തൊക്കെയോ വയറിന് അസ്വസ്ഥത തോന്നുകയാണ്. പ്രസീത, നീ കഴിക്ക്, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് അവൻ ബാത്റൂമിലേക്ക് ഓടുകയാണ് ട്ടോ. പിന്നാലെ തന്നെ അടുത്ത പായസം കുടിച്ചത് പ്രസീതയും വയറിന് അസ്വസ്ഥത തോന്നിയിട്ട് ഓടുകയാണ്. ഇതെല്ലാം കണ്ട് തൊട്ടടുത്ത് നിന്ന് ഭക്ഷണം കഴിക്കുന്ന സുനിൽ ചിരിക്കുകയാണ് ട്ടോ ചെയ്യുന്നത്. എന്നിട്ട് അവൻ ആലോചിക്കുകയാണ്, ഭാവനയ്ക്ക് വേണ്ടി പ്രത്യേകം എടുത്തു വെച്ചിരിക്കുന്ന ആ പായസം എടുത്ത് അവൻ മാറ്റുകയാണ് ട്ടോ. എന്നിട്ട് പകരം 2 ഗ്ലാസുകൾ പ്രത്യേകം പായസം വിളമ്പിയതിനു ശേഷം ആ ഗ്ലാസ്സിൽ നിന്നുള്ള പായസം 2 ഗ്ലാസ്സിലേക്കും ഈക്വലായിട്ട് അവൻ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ്. ആ പായസമാണ് അജയനും പ്രസീതയ്ക്കും അവൻ നൽകിയിരിക്കുന്നത്. പകരം ഭാവനയ്ക്ക് നല്ല പായസം തന്നെ അവൻ ഒഴിച്ച് മാറ്റി വെക്കുകയാണുണ്ടായിരുന്നത്. ഇതോർത്ത് അവൻ ഭക്ഷണം കഴിക്കുന്നിടത്ത് ഇരുന്ന് ചിരിക്കുകയാണ്. അതേസമയം അജയും പ്രസീതയും ബാത്റൂമിൽ മാറി മാറി കയറി ഇറങ്ങി ആകെ തളർന്ന് ക്ഷീണിച്ച് അയ്യോ വയ്യേ എന്നൊരവസ്ഥയിൽ നിൽക്കുകയാണ് ട്ടോ. അയ്യോ പ്രസീത, എന്ത് പറ്റിയെന്നറിയില്ല, വയറിന് വല്ലാത്ത വേദന. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അടിപിടി കൂടാൻ ട്ടോ ബാത്റൂമിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. അജയൻ പ്രസീതയെ പിടിച്ച് തള്ളുന്നു, പ്രസീത അജയനെ പിടിച്ച് തള്ളുന്നു. അവസാനം 2 പേരും കൂടി ബാത്റൂമിലേക്ക് ഒന്നിച്ച് കയറുകയാണ് ചെയ്യുന്നത്. എല്ലാം കണ്ട് പുറത്തു നിന്ന് സുനിൽ അട്ടഹസിക്കാൻ ട്ടോ. ഇത് തന്നെയാണ് നിങ്ങൾക്ക് വിഷുവിനുള്ള പണി. എന്തൊക്കെയായിരുന്നു, ഇത്രയുള്ളൂ രണ്ടിന്റെ കാര്യം എന്ന് അവൻ മനസ്സിൽ വിചാരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാത്രിയിലെ ഭാവനയുടെ വീടാണ് ട്ടോ. അവിടെ ഭരത് ഭാനുവിന്റെ റൂമിലേക്ക് എത്തുന്നുണ്ട്. അവർ സംസാരിച്ചു കൂടി ഇരിക്കുകയാണ് ട്ടോ. ഭാനു പറയുന്നുണ്ട്, നല്ലൊരു ദിവസമായിട്ട് ജയേഷിന്റെ അച്ഛനെ ഈ വീട്ടിൽ നിന്നും ആട്ടിയിറക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ഭരത് പറയുന്നുണ്ട്, ഭാനു, നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചിരുന്നതിന് തെറ്റായിട്ട് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് ക്യാഷ് ആഗ്രഹിച്ചത് കൊണ്ടാവരുത് എന്ന് പറയാണ്. അപ്പോൾ ഭാനു പറയുന്നുണ്ട്, ജയേഷിന്റെ ക്യാരക്ടർ കൊള്ളാമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ബന്ധത്തിന് സമ്മതം മൂളിയത്, എന്നല്ലാതെ അവർ ഇത്രയും സ്ത്രീധനം ചോദിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അപ്പോൾ ഭരത് പറയുന്നത്, സാധാരണ ഭാവനേച്ചി ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കുന്നത് ഈ രീതിയിലല്ല, പക്ഷെ ഇവിടെ ഭാവനേച്ചി അങ്ങനെ ഒരു കണ്ടിട്ടില്ല. കാരണം എന്താണ്, അത് നിങ്ങളുടെ തമ്മിലുള്ള ബന്ധം വിചാരിച്ചിട്ടാണ്. ഇവിടെ ജയേഷ് അല്ലല്ലോ സ്ത്രീധനം ചോദിച്ചത്, മാമനല്ലേ. പഴയ ആളുകൾക്കൊക്കെ പണമാണല്ലോ ലക്ഷ്യം.
അപ്പോൾ ഭാനു പറയുന്നത് ഏട്ടാ ഞാൻ ജയേഷിനെ വിളിച്ച് സംസാരിച്ചിരുന്നു ഈ കാര്യത്തെക്കുറിച്ച്. അപ്പോൾ അവൻ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കാൻ കേട്ടോ ഭരത്. ഇത്തരം കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് അച്ഛനാണ്, ഞാൻ അതിൽ ഇടപെടാറില്ല എന്നാണ് ജയേഷ് പറഞ്ഞത്. അപ്പോൾ ഭരത് പറയുന്നത് അതൊരു പക്ഷെ ശരിയായിരിക്കും, ഇഷ്ടമില്ലാത്ത കല്യാണം നടത്തി തരണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കരുത് എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്ന് പറയാൻ കേട്ടോ ഭരത്. അപ്പോൾ ഭരത് പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം, ഇവിടെ എന്ത് വന്നാലും ഭാവനേച്ചിക്കല്ലേ ജോലി കൂടുന്നത്. ഈ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നത് വരെ ഭാവനേച്ചിക്ക് ഇനി ഒരു സമാധാനം ഉണ്ടാകില്ല. പിന്നെ ഒരു കാര്യം ഓർക്കുമ്പോഴേ ഒരു സമാധാനമുള്ളൂ, ഈ ഒരു കല്യാണത്തിലൂടെ അമ്മയും മാമനും തമ്മിലുള്ള പിണക്കം തീരുമല്ലോ എന്നുള്ളതാണ്. മാത്രമല്ല എന്തിനും സൂര്യേട്ടൻ ഭാവനേച്ചിയുടെ കൂടെ ഉള്ളത് തന്നെ നമ്മുടെ ഭാഗ്യമാണ്. സൂര്യേട്ടനാണ് ഭാവനേച്ചിയുടെ ധൈര്യം എന്നൊക്കെ പറയാണ്. പിന്നീട് പറയുന്നുണ്ട് എന്തായാലും നീ പഠിത്തത്തിൽ നന്നായി ശ്രദ്ധിക്ക്, ഇപ്പോൾ അക്കാര്യം ഒന്നും ഓർക്കേണ്ട, അതെല്ലാം അതിന്റെ വഴിക്ക് നടന്നോളും, പോയി നന്നായിട്ട് പഠിക്ക് എന്ന് പറയാൻ കേട്ടോ ഭരത്. എന്നിട്ട് അവിടെ നിന്നും ഭരത് പുറത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഈവനിങ്ങില് ഭാവനയുടെ അസ്വസ്ഥതകളെല്ലാം മാറിയതിനു ശേഷം ഗായത്രി വിളിക്കുന്നുണ്ട് കേട്ടോ സൂര്യയെ. എന്നിട്ട് അവളെ അവിടെ കൊണ്ടുവന്ന് വിടാൻ വേണ്ടി പറയാണ്. ഇന്ന് ഭാവന ഇവിടെ നിൽക്കട്ടെ എന്ന് സൂര്യ പറയുന്നുണ്ടെങ്കിലും ഗായത്രി സമ്മതിക്കുന്നില്ല കേട്ടോ. വിഷു അല്ലേ, അവൾ ഭർത്താവിന്റെ വീട്ടിലല്ലേ ആഘോഷിക്കേണ്ടത് എന്ന് കരുതിയിട്ടാണ് ഭാവനയെ അങ്ങോട്ടേക്ക് അയച്ചത്. നല്ലൊരു ദിവസമായിട്ട് എന്തിനാണ് വഴക്ക്, ജയക്കും ദേവനും എല്ലാവർക്കും സന്തോഷമാകട്ടെ, എല്ലാവരോടും ഒപ്പം ഇരുന്ന് അവളും ഭക്ഷണം കഴിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് മോനെ. പക്ഷെ ഇനിയിപ്പോൾ അങ്ങനെയല്ലല്ലോ, അവൾക്ക് നന്നായി റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണ്ടതല്ലേ. ജയക്കാവുമ്പോൾ രണ്ടുപേരെയും കൂടി ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ടാകും, അതുകൊണ്ട് നീ അവളെ ഇങ്ങോട്ടേ കൊണ്ടുവന്ന് ആക്കിയേക്ക് എന്ന് പറയാണേ. ശരി ആന്റി എന്ന് സമ്മതിക്കാൻ കേട്ടോ സൂര്യ. അങ്ങനെ ഭാവന ഈവനിങ്ങിൽ തന്നെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വിടുകയാണ്. ഇതൊന്നും ജയക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. വിഷു ദിവസമായിട്ട് ഭാവനയെ എന്തിനാണ് വീട്ടിൽ കൊണ്ടുചെന്നാക്കിയത്, ഇന്ന് അവർക്ക് ഇവിടെ നിന്നുകൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ സൂര്യയോട് ജയ. ഇവിടെ ഇപ്പോൾ അവൾ തനിച്ചില്ലല്ലോ, നമ്മൾ എല്ലാവരും ഇല്ലേ, പിന്നെ അവൾക്ക് പഴയതുപോലുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയാണ്. അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അമ്മേ ആന്റി വിളിച്ചിരുന്നു, ഭാവന ഈ ഒരു അവസ്ഥയിൽ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് അങ്ങോട്ടേ കൊണ്ടുവന്ന് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ആകുമ്പോൾ മായേച്ചിയും ഭാമയും എല്ലാവരും ഉണ്ട് അമ്മേ, ഇപ്പോൾ നന്നായിട്ട് അവളുടെ ശരീരം ശ്രദ്ധിക്കേണ്ട സമയമല്ലേ അമ്മ എന്നൊക്കെ പറയാണ്. ഇത് കേൾക്കുമ്പോൾ ജയക്ക് കൂടുതൽ ദേഷ്യം വരികയാണ്. അത് ശരി, അപ്പോൾ ഇവിടെ ആരും അവളെ ശ്രദ്ധിക്കില്ല എന്നാണോ? ഞാൻ നിന്റെ അമ്മയല്ലേ, എന്നെങ്കിലും ആ ഒരു പരിഗണന ഗായത്രി എനിക്ക് തന്നിട്ടുണ്ടോ? അവൾ എങ്ങനെ എന്നെ കാണുന്നത് എനിക്കല്ലേ അറിയൂ, അതുകൊണ്ട് ഒരു രാത്രി അവളെ എങ്ങനെ നോക്കാമെന്നൊക്കെ എനിക്കറിയാം. അവൾ കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ, മാത്രമല്ല അവളൊരു നഴ്സും കൂടിയാണ്, അതുകൊണ്ട് എവിടെ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഭാവനയ്ക്ക് തന്നെ നല്ല ബോധ്യവുമുണ്ട്. പിന്നെ എന്തിനാണ് അവർ ഇന്ന് തന്നെ അവളെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കണമെന്ന് വാശി പിടിക്കാൻ എന്നൊക്കെ പറഞ്ഞ് തട്ടിക്കയറുന്നുണ്ട് സൂര്യക്ക് നേരെ ജയ. അപ്പോൾ സൂര്യ പറയുന്നത് അമ്മ സമാധാനമായിട്ടിരിക്കെ, എന്തെങ്കിലും ഒരു കാരണഘടന കാത്തു നിൽക്കുകയാണ്, പിന്നീട് അതിൽ പിടിച്ചങ്ങ് കയറാൻ. ഇപ്പോൾ ഇവിടെ അതിനു മാത്രം എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഭാവന അവളുടെ വീട്ടിലേക്ക് പോയതോ? ഇത്രയും ദിവസം അവൾ അവളുടെ വീട്ടിൽ തന്നെ ആയിരുന്നല്ലോ, എന്നിട്ട് ഇവിടെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. വിഷു ആയപ്പോൾ അമ്മ ഇവിടേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടു, അവൾ വന്നു, ഇപ്പോൾ അവളുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ഇതിൽ ഞാനോ തെറ്റും കാണുന്നില്ല. അമ്മ വെറുതെ ഓരോ കാരണങ്ങളുണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ എന്തുകൊണ്ടാണ് ഭാവന പോയത്, എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെ കാര്യങ്ങളൊക്കെ നല്ല ലോജിക്കായിട്ട് ചിന്തിക്കുക എന്നൊക്കെ പറയാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ്. അവിടെ ഭാവനയാവട്ടെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞെങ്കിലും അവളുടെ മനസ്സിന് ഒരു സ്വസ്ഥതയും സമാധാനം കിട്ടുന്നില്ല കേട്ടോ. അവൾ രാത്രിയിലും ഉറങ്ങാതെ അങ്ങ് നടക്കുകയാണ്. അവളുടെ മനസ്സ് നിറയെ ഭാനുവിന്റെ കാര്യമാണ്. ഇന്നലെ അങ്കിൾ വന്നെങ്കിലും നല്ല രീതിയിലല്ല അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്തത് എന്ന് അവൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണാവോ ഉണ്ടാകാൻ പോകുന്നത് എന്നൊരു ഭയം ഭാവനക്കുള്ളിലുണ്ട്. എങ്ങനെയെങ്കിലും അവൾ ചോദിച്ച സ്ത്രീധനം കണ്ടെത്തി ഭാനുവിന്റെ ജയേഷിനെ വിവാഹം നടത്തി കൊടുക്കണം, ആ ഒരു ചിന്ത മാത്രമാണ് കേട്ടോ ഭാവനയുടെ മനസ്സിലെ. ആ ഒരു അഭിപ്രായം അവൾ സഹോദരങ്ങളുമായിട്ട് പങ്കുവെക്കുകയും ചെയ്തു. എങ്കിലും എങ്ങനെ അത് ഉണ്ടാക്കും എന്നുള്ള വഴിയാണ് കേട്ടോ അവൾ ആലോചിക്കുന്നത്. ഒടുവിലൊരു തീരുമാനത്തിലെത്തുന്നുണ്ട്, എന്തായാലും അവരുടെ വിവാഹം നടത്തി കൊടുക്കത്തൻ. അങ്ങനെ ഭാനുവിനെ വിളിച്ചിട്ട് ഭരത് പറയുന്നുണ്ട്, നീ ഉദ്ദേശിച്ച നീ ഇഷ്ടപ്പെട്ട ആളെ തന്നെ നിനക്ക് വിവാഹം കഴിച്ചു തരാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് നീ സന്തോഷമായിട്ടിരിക്കെ, ഇനി ഒന്നുകൊണ്ടും നീ പേടിക്കാൻ, നീ നന്നായിട്ട് പഠിച്ചൊരു ഡോക്ടർ ആവാൻ നോക്ക്, നിന്റെ ആഗ്രഹം ഞങ്ങൾ നടത്തി തരുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ആഗ്രഹം നീയും നടത്തി തരണം എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി ചിരിക്കുകയാണ്.